നമസ്കാരം. ഇക്കഴിഞ്ഞ മെയ് 13 ഞായറാഴ്ച രാഷ്ട്ര തലസ്ഥാനത്ത് ഏറ്റവും പ്രധാനമായ ഒരു ചടങ്ങ് നടന്നു. രാജ്യസഭയുടെയും ലോക്സഭയുടെയും സംയുക്ത സമ്മേളനം. ഒഴിവ് ദിവസമായ ഞായറാഴ്ച സമ്മേളിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ നിർണായകമായ സവിശേഷതയാണ്. പക്ഷേ ആ സംയുക്ത സമ്മേളനം പാർലമെൻറ്റിൻ്റെ 60ാം പിറന്നാളിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 1952 മെയ് 13 ഇന്ത്യൻ പാർലമെൻറ്റ് ആദ്യമായി സമ്മേളിച്ചത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പിന്നെയും 5 കൊല്ലങ്ങൾ പിന്നിട്ടു. ഇന്ത്യക്ക് പരമാധികാര റിപ്പബ്ലിക്ക് എന്ന നിലയിലുള്ള സമ്പൂർണമായ ഭരണഘടന ഉണ്ടായതിനു ശേഷമാണ് ആ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന നിലയിൽ തന്നെ പാർലമെൻറ്റ് ഔപചാരികമായി നിലവിൽ വരുന്നത്. ഏറ്റവും ഉത്തരവാദപ്പെട്ട ജനാധിപത്യ സ്ഥാപനം എന്ന നിലയിൽ പാർലമെൻറ്റ് നിലവിൽ വന്ന ആ ദിവസത്തിൻ്റെ 60ാം വാർഷികമാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഡൽഹിയിൽ നടന്നത്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഇരു സഭകളിലെയും സ്പീക്കർമാർ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ഇവരെല്ലാം ഒരേ സ്വരത്തിൽ സംസാരിച്ചു. അതിനു പുറമെ ഐകകണ്ഠേന ഒരു പ്രമേയവും പാസാക്കി. പാർലമെൻറ്റിൻ്റെ അന്തസ്സും പാവനതയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ആവർത്തിച്ചുറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഐകകണ്ഠേന ഉള്ള പ്രമേയമായിരുന്നു പാസാക്കിയത്. രാഷ്ട്രത്തിലെ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും സചേതനമായ പങ്കാളിത്തത്തോടുകൂടിയുള്ള നേതൃത്വം തന്നെ നൽകുന്നതിലും നവഭാരതത്തിൻ്റെ സമഗ്രമായ വികസന, ജനാധിപത്യ, സാമൂഹ്യ സമത്വ പ്രക്രിയകളിൽ പരിവർത്തനത്തിൻ്റെ ശംഖധ്വനി മുഴക്കുവാനും പരിവർത്തനത്തിൻ്റെ മാറ്റത്തിൻ്റെ അതിശക്തമായ ഉപകരണമായി തീരുവാനും പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് ആ സമ്മേളനം അംഗീകരിച്ച പ്രമേയം ഇന്ത്യയുടെ ജനാധിപത്യ ഹൃദയത്തിന് മുന്നിൽ തന്നെ സമർപ്പിക്കപ്പെട്ടത്. തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ജനസംഖ്യയുടെ കാര്യത്തിൽ തീർച്ചയായും ഏറെ വൈവിധ്യങ്ങൾ ഉൾപ്പെടുന്ന നമ്മുടെ മഹാരാജ്യം, 100-ലേറെ ഭിന്നഭാഷകൾ, ഭിന്നാഭിരുചിയുള്ള വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, ഏറെ ജാതി മതവിഭാഗങ്ങളുടെ സംഘാതമായ പൊതുസമൂഹം, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അനശ്വരമായ ആത്മമന്ത്രമാണെങ്കിലും അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ബാഹ്യലോകം മുമ്പേ പറഞ്ഞു തുടങ്ങിയിരുന്നു ഇന്ത്യയിൽ ഇതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്ന്. ആ പ്രവചനങ്ങളെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് നമുക്കത് സാധിക്കും. വ്യത്യസ്ത ഭാഷ, വേഷ, അഭിരുചി സമൂഹങ്ങൾ എത്ര തന്നെയായാലും, ജാതി മത സമഗ്ര സംവിധാനത്തിൽ ജാതിമത വൈവിധ്യങ്ങളുടെ സാന്നിധ്യം എത്ര തന്നെയായാലും അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ ജനാധിപത്യം നിലനിർത്താൻ സാധിക്കും എന്ന് ഭാരതം തെളിയിച്ചു. പക്ഷേ ഈ പ്രതിജ്ഞ, പുതിയ പ്രതിജ്ഞ 2012 മെയ് 13 ഞായറാഴ്ച രാജ്യസഭയിലെയും ലോകസഭയിലെയും ബഹുമാനപ്പെട്ട ആദരണീയരായ അംഗങ്ങൾ ഒരുമിച്ച് ഏകസ്വരത്തിൽ രാഷ്ട്രത്തോടായി ചെയ്ത ഈ പ്രതിജ്ഞ അവർ തീർച്ചയായും പ്രവൃത്തിപഥത്തിൽ വരുത്തുമെന്നുള്ള കാര്യത്തിൽ രാഷ്ട്രത്തിന് ഉത്തമ വിശ്വാസമുണ്ട്. പക്ഷേ ചെറിയ ആശങ്കകളും. ആ കാര്യത്തെക്കുറിച്ച് സമക്ഷത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ. തീർച്ചയായും 60 വർഷത്തെ അനുഭവങ്ങൾക്കിടയിൽ നമുക്ക് നമ്മുടെ പാർലമെൻ്ററി സ്ഥാപനങ്ങൾക്ക് നിരവധി അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. ആ അപാകതകൾ സംഭവിച്ചു എന്നുള്ള ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് പാർലമെൻറ്റിൻ്റെ അന്തസ്സും പാർലമെൻറ്റിൻ്റെ പാവനത്വവും നിലനിർത്തി രാഷ്ട്രത്തിൻ്റെ വികസന പ്രക്രിയയ്ക്ക് മാറ്റത്തിൻ്റെ ഉപകരണമായി തീരുമെന്നുള്ള പ്രതിജ്ഞ പുതുക്കുവാൻ അംഗങ്ങൾ 60ാം പിറന്നാളിൻ്റെ അവസരം ഉപയോഗിച്ചത് തന്നെ അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് അവർ പോലും ബോധവാന്മാരാണ്, അല്ലെങ്കിൽ ബോധവതികളാണ് എന്ന നിലയിലാണ്. ഏതായാലും
ചില കണക്കുകൾ, ചില കാര്യങ്ങൾ അവയൊക്കെ നമുക്ക് ഈ തരുണത്തിലും ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ പാർലമെൻറ്റ് 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ 25 ലക്ഷം രൂപയാണ് ചിലവ്. 8 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് പാർലമെൻറ്റിൻ്റെ നടപ്പ് സമ്മേളന ദിവസങ്ങളിൽ കാര്യപരിപാടികളുമായി സഭ മുന്നേറേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം പാർലമെൻറ്റിൻ്റെ നടപടികൾ മുടങ്ങുകയാണെങ്കിൽ, രാജ്യസഭയിലേതായാലും ലോക്സഭയിലേതായാലും 2 കോടി രൂപ നഷ്ടപ്പെടുന്നു എന്നാണ് കണക്ക്. പക്ഷേ ഇതിനു വേണ്ടി പൊതുഖജനാവിൽ നിന്ന് ചെലവിടുന്ന തുക കണക്കിലെടുക്കുമ്പോൾ ഇത്തരം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ സഭാ നടപടികൾ നടത്തിച്ചു കൊണ്ടുപോകാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം നമ്മുടെ ആരാധ്യരായ MP-മാർ, ജനപ്രതിനിധികൾ ഏറ്റെടുത്തേ പറ്റൂ. സാമ്പത്തിക നഷ്ടത്തിൻ്റെ കാര്യം അങ്ങനെ ഇരിക്കട്ടെ, പക്ഷേ അവരേറ്റെടുത്ത അതീവ ഗൗരവാവഹമായ നിയമനിർമ്മാണ ഉത്തരവാദിത്വവും നിയമനിർമ്മാണത്തെ തുടർന്ന് നടപ്പിൽ വരുന്ന നിയമങ്ങൾ യഥാർത്ഥത്തിൽ പ്രാവർത്തിക തലത്തിൽ എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമായി വരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളും, നമ്മുടെ നാട്ടിൻ്റെ അന്താരാഷ്ട്ര നയം, നമ്മുടെ ആഭ്യന്തര സാമ്പത്തിക നയം, നമ്മുടെ രാജ്യ സുരക്ഷാ നയം, നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുള്ള കോടാനുകോടി ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഉദ്ദേശം വെച്ചുകൊണ്ട് പഞ്ചവത്സര പദ്ധതികളിലും മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന ജനക്ഷേമ നടപടികളുടെ കാര്യക്ഷമത, ഇവയെക്കുറിച്ചൊക്കെയുള്ള വളരെ ഗൗരവാവഹമായ ചർച്ചകളുടെ സുവർണാവസരമാണ് പാർലമെൻറ്റിൽ ഇല്ലാതെ പോകുന്നത്. പാർലമെൻറ്റ് ദിവസങ്ങളോളം മുടങ്ങുമ്പോൾ രാജ്യത്തിൻ്റെ ജനകീയ സമൂഹത്തിൻ്റെ ഇച്ഛകൾ പ്രതിഫലിക്കുന്നതിൽ അത്രത്തോളം ഈ സുപ്രധാന ഭരണഘടനാ സ്ഥാപനം പിറകോട്ടടിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എത്രയോ വർഷങ്ങളായി വനിതാ സംവരണത്തിനു വേണ്ടിയുള്ള ബില്ല് പാർലമെൻറ്റിൻ്റെ പരിഗണനയിൽ ആയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലത്തിൽ അത് നടപ്പിലായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ദേശീയ തലത്തിൽ പാർലമെൻറ്റിൻ്റെ തലത്തിൽ വനിതാ സംവരണം 33%, 1/3 എന്നുള്ളത് വനിതകൾക്ക് നീക്കിവെക്കണം എന്നുള്ള ആ ബില്ല് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സമുന്നത നേതാക്കൾ ഒരേ സ്വരത്തിൽ തങ്ങളതിനെ അനുകൂലിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ബില്ല് പാസാക്കി നിയമമാക്കേണ്ടുന്ന നിർണായക ഘട്ടം വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സങ്കീർണ സാഹചര്യങ്ങളുടെ കാരണങ്ങൾ പറഞ്ഞ് അത് തടയപ്പെടുകയാണ്. പക്ഷേ എങ്കിലും ആശാവഹമായ ചില കാര്യങ്ങൾ താരതമ്യ വിശകലനത്തിൻ്റെ കാര്യം വരുമ്പോൾ ആ മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. ആദ്യ ലോകസഭയിൽ വനിതകളുടെ ശതമാനം 5 മാത്രമായിരുന്നു. ഇപ്പോൾ നിലവിലുള്ള 15ാം ലോകസഭയിൽ 11% ഉയർന്നിട്ടുണ്ട്. ഈ 11% ഏറ്റവും കൂടുതൽ വനിതകളുടെ പ്രാതിനിധ്യം ലോകസഭയിൽ സൂചിപ്പിക്കുന്നത്. ചില പ്രത്യേക സീസണുകളിൽ പാർലമെൻറ്റ് എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് സമീപകാല അനുഭവങ്ങളിലൂടെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. 2011 കഴിഞ്ഞ വർഷത്തെ മൺസൂൺ സെഷൻ മഴക്കാല സമ്മേളനത്തിൽ വാസ്തവത്തിൽ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. അന്നാ ഹസാരെ പ്രശ്നം, ലോക്പാൽ ബില്ലിൻ്റെ ആ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോക്പാൽ ബില്ല് തങ്ങൾ സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെ നിയമമാക്കണമെന്ന് അന്നാ ഹസാരെയും സംഘവും ഡൽഹിയിലും മറ്റും വലിയ നീക്കങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ആവശ്യപ്പെട്ടപ്പോൾ അത് കഴിഞ്ഞ 2011 മൺസൂൺ സെഷനിൽ പാർലമെൻറ്റ് ഏറ്റവും അധികം പ്രക്ഷുബ്ധമാകാനിടയായ രംഗങ്ങൾ തന്നെ സൃഷ്ടിച്ചു. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. പാർലമെൻറ്റിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സിവിൽ സൊസൈറ്റിയുടെയും മറ്റും സാക്ഷ്യത്തോടുകൂടി വിവിധ മേഖലകളിലുള്ള പ്രത്യേകിച്ചും സന്നദ്ധ സംഘടനകളിലും മറ്റും പെട്ടവർ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ സോഷ്യൽ മീഡിയകളിലും മറ്റും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും പ്രചാരണം നടന്നതിനെ തുടർന്നുണ്ടായ വലിയ ജനമുന്നേറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലും അതുപോലെ മഹാമുന്നേറ്റങ്ങൾ സംഘടിപ്പിക്കുവാനുള്ള ഒരു നീക്കം കഴിഞ്ഞ വർഷം വളരെ കാര്യമായി തന്നെ നടന്നു. അത് പാർലമെൻറ്റിൻ്റെ നിർണായകമായ ജനാധിപത്യ പ്രസക്തി പോലും ചോദ്യം ചെയ്യുന്ന ആ പരിധിയോളം തന്നെയും സങ്കീർണമായി. അപ്പോഴാണ് MP-മാർക്ക്
ആ പ്രശ്നത്തിൻ്റെ ഗൗരവം ശരിയായി മനസ്സിലായത്. ജനഹിതം, ജനകീയമായ അഭിപ്രായം, ഈ കാര്യങ്ങൾ എങ്ങനെ പ്രതിഫലിക്കാം എന്നുള്ളത് പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും വ്യക്തമായി തന്നെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ദേശീയ തലത്തിൽ പാർലമെന്റിലും സംസ്ഥാന തലങ്ങളിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലും ജനാഭിലാഷം പ്രതിഫലിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതിൽ വീഴ്ച വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാർലമെന്റിനെയും നിയമനിർമ്മാണ സഭകളെയും മറ്റും വെല്ലുവിളിക്കാനുള്ള ചങ്കൂറ്റം അല്ലെങ്കിൽ അതിനോടുള്ള ധിക്കാരപരമായ ഒരു നിലപാട് സ്വീകരിക്കാൻ മറ്റുള്ള മേഖലകളിൽ പൊതുജനാഭിപ്രായത്തിൽ തൊട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറയുന്നവർ അവകാശപ്പെടാനിടയായ സാഹചര്യം അതാണ്. ഒരു കാര്യം വ്യക്തമാക്കട്ടെ, പാർലമെന്ററി ജനാധിപത്യമാണ് നമ്മൾ അംഗീകരിച്ചതെങ്കിൽ ആ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം പാർലമെന്റാണ്. ആ പാർലമെന്റിന്റെ അന്തസ്സിനെയും അതിൻ്റെ പ്രസക്തിയെയും അടിസ്ഥാനപരമായി ചോദ്യം ചെയ്തുകൂടാ. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെറ്റുകൾ തിരുത്താൻ പറയാവുന്നതേയുള്ളൂ. ഏറ്റവും നിർണായകമായ ഈ പാർലമെന്ററി സ്ഥാപനത്തിൻ്റെ നിത്യ നടത്തിപ്പ് കാര്യത്തിൽ എല്ലാ പാർട്ടികളിലും പെട്ട എംപിമാർ കൂട്ടായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. അതെടുക്കാൻ അവർ സന്നദ്ധരാണ് എന്ന് സൂചിപ്പിക്കാൻ ഒരുപക്ഷെ ഐകകണ്ഠേന ഈ കഴിഞ്ഞ ഞായറാഴ്ച അംഗീകരിച്ച ആ പൊതുപ്രമേയത്തിന് സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത്. എംപിമാർ പ്രതിനിധീകരിക്കുന്നത് പാർട്ടികളെയാണോ? എംപിമാർ മത്സര രംഗത്തിറങ്ങുന്നത് പാർട്ടികളുടെ പേരിലാണ്, പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ എന്ന നിലയിലാണ്. അതാണ് നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ നാം എല്ലാവരും അംഗീകരിച്ച ഒരു സമ്പ്രദായം. പക്ഷേ ഒരു എം പി തീർച്ചയായും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർലമെന്ററി നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ്. രാഷ്ട്രത്തിൻ്റെ പൊതുവിശാലതയിൽ ആ നിയോജക മണ്ഡലവും ഉൾപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ആ എം പി രാജ്യത്തിൻ്റെ സമഗ്ര വിചാരധാരയുടെ ഒരു പ്രതിനിധിയും കൂടിയാണ്. പക്ഷേ ലോക്സഭയാകട്ടെ രാജ്യസഭയാകട്ടെ അത് രാഷ്ട്രീയ പ്രവർത്തന ശൈലികളിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു രീതിക്ക് വേണ്ടി ബലികഴിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് ആരാധ്യരായ നമ്മുടെ ജനപ്രതിനിധികൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യം. ലോക്സഭയിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടുകൾ ആ സഭയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളുടെ പ്രസക്തി അനുസരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ശാന്തമായും മര്യാദയോടുകൂടിയും പറയാം. അല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും അവഹേളിച്ചും പരസ്പരം രാജ്യദ്രോഹികളെന്ന് വിളിക്കാറില്ലേ പാർലമെന്റിലെ ചില അംഗങ്ങൾ? അത്തരം കാര്യങ്ങളൊന്നും പാടില്ല. അതുകൊണ്ട് രാജ്യസഭയായാലും ലോകസഭയായാലും വ്യത്യസ്ത പാർട്ടികൾക്ക് രാഷ്ട്രീയമായ കണക്ക് തീർക്കാനുള്ള ഒരു രാഷ്ട്രീയ വേദിയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ഭരണഘടനാ വേദിയാണ്. ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം, ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഡിവൈൻ പ്ലാറ്റ്ഫോം. ഭരണഘടനാപരമായ പാവനത്വമുള്ള ഒരു സഭയാണത്. അത്രയെങ്കിലും മനസ്സിലാക്കിയാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച പാസാക്കിയ പ്രമേയത്തിൻ്റെ അന്തസ്സിനും അതിൻ്റെ സാരത്തിനും അനുസരിച്ച് നമുക്ക് ഇനിയങ്ങോട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മുടെ പ്രിയങ്കരായ ലോക്സഭ രാജ്യസഭ അംഗങ്ങൾ സ്വയം സമർപ്പിതമാകുന്നു എന്നറിയുമ്പോൾ തീർച്ചയായും ജനാധിപത്യത്തിൻ്റെ ഭാവി ഇന്ത്യയിൽ ഭാസുരമാണെന്ന് 120 കോടി ജനങ്ങളും ഒരേ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ആ പ്രമേയം പാസാക്കിയ ബഹുമാനപ്പെട്ട എം പിമാർ ധരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പാർലമെൻറ്റ് നടപടികളിൽ ഏറ്റവും നിർണായകമായ പ്രാധാന്യമുള്ള ഒരു വശം ക്വസ്റ്റ്യൻ ആണ്. ചോദ്യത്തിനുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ. ലോക്സഭയിൽ അത് സഭ തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ മണിക്കൂറാണ്. രാജ്യസഭയിൽ അത് 11 മണിയായിരുന്നു. പിന്നീട് ഉച്ചതിരിഞ്ഞ് 2 മണിയായി. ആ ഭേദഗതി കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ അത് വീണ്ടും 11 മണി ആയിരിക്കുകയാണ്. ലോക്സഭയിലെ ചോദ്യോത്തരവേള ആ 1 മണിക്കൂർ ക്വസ്റ്റ്യൻ അവർ. അവിടെയാണ് നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള ജനകീയ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുവാൻ ജനപ്രതിനിധികളായ എം പിമാർക്കുള്ള ഏറ്റവും നിർണായകമായ അവസരം. പക്ഷേ ആ അവസരവും ഏറെ ദുരുപയോഗപ്പെടുന്നു, വ്യർത്ഥമാകുന്നു എന്നുള്ള ആ ഒരു സങ്കടം പൊതുവെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ
പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. മന്ത്രിമാർക്ക് മുൻകൂട്ടി നോട്ടീസ് കൊടുത്താലേ ചോദ്യങ്ങൾ സ്വീകരിക്കുന്നുള്ളൂ എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ സ്വീകരിക്കുന്ന ചോദ്യങ്ങൾക്ക് എഴുതിക്കൊടുത്തും വാചാലുമുള്ള മറുപടികൾ സഭയിൽ നൽകേണ്ടത് മന്ത്രിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. പക്ഷേ ഈ ചുമതലകൾ നിറവേറ്റാൻ മാത്രം വേണ്ടത്ര സമയം കിട്ടാതെ സമർപ്പിക്കപ്പെട്ട ചോദ്യങ്ങളിൽ സിംഹഭാഗവും ഉത്തരം പറയാൻ സമയമില്ലാത്തതിൻ്റെ പേരിൽ മാറ്റിവെക്കപ്പെടുന്ന ഒരു ദുരവസ്ഥ സമീപകാലത്ത് കുറച്ച് കൂടുതലായി കണ്ടതിനെ തുടർന്ന് ചോദ്യോത്തര വേള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അവർ അതിൻ്റെ ക്രമീകരണത്തിൽ ഈ അടുത്ത കാലത്ത് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഉത്തരം പറയേണ്ട മന്ത്രിക്ക് 15 ദിവസം മുൻപ് ചോദ്യം നൽകിയിരിക്കണം എന്നാണ് പുതിയ വ്യവസ്ഥ. ഇതിന് മുമ്പ് ചുരുങ്ങിയാൽ 10 ദിവസം, കൂടിയാൽ 20 ദിവസം എന്നുള്ള ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് എല്ലാ ചോദ്യത്തിനും 15 ദിവസം എന്നാക്കി മാറ്റിയിരിക്കുന്നു. നക്ഷത്ര അടയാളമുള്ള ചോദ്യം നൽകിയ അംഗം ആ ചോദ്യത്തിനുള്ള ഉത്തരം മന്ത്രി പറയുന്ന സമയത്ത് സഭയിൽ ഇല്ലെങ്കിലും അതിന് ഉത്തരം പറയണം എന്ന് നിർദ്ദേശിക്കാൻ ഇപ്പോൾ സ്പീക്കർക്ക് പ്രത്യേക അധികാരമുണ്ട്. ഒരംഗത്തിന് ഒരു ദിവസം ഉന്നയിക്കാവുന്ന കൂടിയ ചോദ്യം നക്ഷത്ര അടയാളമുള്ളതും അല്ലാത്തതുമായ നിലയിൽ 10 ചോദ്യങ്ങൾ എന്ന നിലയിൽ നിജപ്പെടുത്തിയിട്ടുണ്ട്. ഒരംഗം സഭയിൽ നൽകിയ ഉത്തരം പിന്നീട് തിരുത്തേണ്ടി വരികയാണെങ്കിൽ അത് സംബന്ധിച്ച് സഭയിൽ പ്രസ്താവന പുറപ്പെടുവിക്കേണ്ടതാണ്. എല്ലാതരം ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരത്തിനും ഈ വ്യവസ്ഥ ബാധകമാണ്. ഈ കാര്യങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്? ആ 1 മണിക്കൂർ നേരം ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നങ്ങൾ തങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ പെട്ടവയായാലും അങ്ങനെ ആകുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് പുറത്തുള്ളതായാലും എംപിമാർക്ക് ഉന്നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ്. അത് പാഴാകാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് ബഹുമാനപ്പെട്ട എംപിമാർ തന്നെയാണ്. സമക്ഷത്തിൽ പാർലമെൻറ്റിൻ്റെ 60ാം പിറന്നാളിൻ്റെ സാഹചര്യത്തിൽ പറയുന്ന ഈ കാര്യങ്ങളോടൊപ്പം സൂചിപ്പിക്കാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ടെന്ന് തോന്നുന്നു. അത് പ്രധാനപ്പെട്ടും ഇപ്പോൾ ഒരു സംസാര വിഷയമായിരിക്കുന്നത് നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കർ, സുപ്രസിദ്ധ ചലച്ചിത്ര താരം രേഖ എന്നിവരെ രാജ്യസഭയിലേക്ക് ഈയിടെ നോമിനേറ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ പുതിയ ചില ഉത്കണ്ഠകളും ചർച്ചകളുമൊക്കെ സൂചിപ്പിക്കുന്ന ചില വിവരങ്ങളാണ്. വിവിധ രംഗങ്ങളിൽ തിളക്കമാർന്ന വ്യക്തിത്വം സൂക്ഷിക്കുന്നവരെയാണല്ലോ സാധാരണ നമ്മൾ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത്. ജനപ്രിയ ഘടകം ഏറെ തങ്ങളുടെ ഭാഗത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ സമൂഹം സൂക്ഷിക്കുകയും ചെയ്യുന്നു. കൂടുതലും സിനിമാ സംവിധായകർ, താരങ്ങൾ, ഗായകർ എന്നിവരാണ് സാധാരണഗതിയിൽ കലാ മേഖലകളിൽ നിന്നും പാർലമെൻറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. ഇവരുടെ സഭയിലുള്ള കാര്യങ്ങളിലുള്ള താല്പര്യം എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പോൾ വീണ്ടും വിവിധ മേഖലകളിൽ ചർച്ച ചെയ്യപ്പെട്ടു വരുന്നുണ്ട്. അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കട്ടെ. ഇന്ത്യയുടെ വാനമ്പാടി സുപ്രസിദ്ധ ഗായിക ലതാ മങ്കേഷ്കർ, അതുപോലെ തന്നെ ദിവംഗതനായ വിശ്വോത്തര ചിത്രകാരൻ MF ഹുസൈൻ, ഇവരുടെ ഇത്തരം മഹാപ്രതിഭകളുടെ രാജ്യസഭയിലുള്ള ഹാജർ പലപ്പോഴും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. രാജ്യസഭയിലുള്ള ഹാജർ റെക്കോർഡിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്നത് ലതാ മങ്കേഷ്കറും അന്ന് MF ഹുസൈനും ആയിരുന്നു. 1952 തൊട്ട് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത 118 പേരിൽ 15 പേർ വിവിധ കലാമേഖലകളിൽ നിന്നായിരുന്നു. പൃഥ്വിരാജ് കപൂർ, വൈജയന്തിമാല, നർഗീസ്, മൃണാൾ സെൻ, ശ്യാം ബെനഗൽ, പണ്ഡിറ്റ് രവിശങ്കർ, ഹേമമാലിനി എന്നിവർ ഇവരിൽ പെടും. ലതാ മങ്കേഷ്കർ MP ആയിരുന്ന കാലത്ത് നടന്ന 171 സിറ്റിങ്ങുകളിൽ 6 എണ്ണത്തിൽ മാത്രമേ അവർ പങ്കെടുത്തുള്ളൂ. മൃണാൾ സെൻ പങ്കെടുത്തത് 170ൽ 30 സിറ്റിങ്ങുകളിൽ. ഷബ്ന ആസ്മിയുടെ റെക്കോർഡാണ് ഈ കാര്യത്തിൽ ഏറെ ഉണർവ് നൽകുന്നത്. അവർ സാമൂഹ്യ അവബോധമുള്ള ഒരു സിനിമാ വ്യക്തി ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവർ 170 സിറ്റിങ്ങുകളിൽ 113 സിറ്റിങ്ങുകളിലും ഹാജരായിരുന്നു. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെയും രേഖയെയും നോമിനേറ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ ചില കേന്ദ്രങ്ങളെങ്കിലും നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, ഇവരൊക്കെ യഥാർത്ഥത്തിൽ രാജ്യസഭയിൽ വേണ്ടത്ര ശ്രദ്ധയുള്ളവരായിരിക്കുമോ എന്നുള്ളത്. ഈ കാര്യവും ഒരു പരിചിന്തനത്തിന് വിധേയമാക്കേണ്ടുന്ന ഘടകമാണ്. രാജ്യസഭയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട
ഈ കലാ സാംസ്കാരിക വ്യക്തിത്വങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് അവരുടെ ജീവിത വീക്ഷണത്തിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ദേശീയ പ്രശ്നങ്ങളിൽ അവർക്ക് നൽകാൻ സാധിക്കുന്ന വിലയേറിയ ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വേണ്ടിയാണ്. സംസ്ഥാന അസംബ്ലികളുടെ പ്രതിനിധികൾ എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവരാണ് മറ്റംഗങ്ങൾ രാജ്യസഭയിൽ. അവർക്കിടയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കാൻ ശക്തിയുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടി ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ ശേഷിയുണ്ട് എന്ന് നാം കരുതുന്ന ആളുകളെയാണ് ഗവൺമെൻറ് അവിടെ നാമനിർദ്ദേശം ചെയ്യുന്നത്. പക്ഷേ അവരുടെ തൊപ്പിയിൽ ഒരു പുതിയ തൂവൽ കൂടി, അത്രയേ അവരിൽ ഏറെ പേരും കരുതുന്നുള്ളൂ. ആ വിഷയത്തിലും നമ്മുടെ നേതൃമണ്ഡലത്തിൽ പുതിയ ചില പുനരവലോകനങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഈ കാര്യം പറഞ്ഞത്. ഏതായാലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രതീകമാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. എല്ലാ പാർട്ടിയിലും പെട്ട ബഹുമാനപ്പെട്ട സമാരാധ്യരായ നമ്മുടെ ലോക്സഭാ അംഗങ്ങൾക്ക്, രാജ്യസഭാ അംഗങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവി നൂറ്റാണ്ടുകളുടെ മഹാചക്രവാളത്തെ നോക്കി ഇപ്പോഴേ പ്രകാശഭരിതമായി നമുക്ക് നിലനിർത്താൻ പറ്റും. അതിന് സാധിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ ആശംസയോടെ, ആശയോടെ സമക്ഷത്തിൽ ഈ വിഷയം സവിനയം സമർപ്പിക്കുന്നു. കേട്ടതിന് നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.